ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 5.5 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച പുതിയ ഹൈസ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ സംസ്ഥാന കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒന്നാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ പ്രദേശത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് ഏറെ സംഭാവനകൾ ചെയ്ത ഈ വിദ്യാലയം നിരവധി തലമുറകൾക്ക് അറിവ് പകർന്ന് അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യപ്രാപ്തിക്കായി വിരൽ ചൂണ്ടിയ ഈ വലിയ സ്ഥാപനത്തിന്, ഈ സ്ഥാപനം അർഹിക്കുന്ന പ്രൗഢിയോട് കൂടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുകയാണ്. പൊതുജനങ്ങൾക്കും കായിക വിനോദത്തിലും കായികക്ഷമതക്കും ഉള്ള അവസരം പറ്റുന്നതിന് വേണ്ടിയുള്ള 2 കളിക്കളങ്ങൾ നമ്മുടെ ഇവിടെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. ഇൻഡോർ സ്റ്റേഡിയം 2.2 കോടി രൂപയും അതോടൊപ്പം തന്നെ പുതിയ പ്ലേ ഗ്രൗണ്ട് ടെറഫ് നിർമ്മിക്കുന്നതിനും നമ്മൾ തീരുമാനിക്കുകയും അതിൻ്റെ പ്രവൃത്തി ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഏറ്റവും സുന്ദരമായ ഒരു ചുറ്റുമതിൽ കവാടവും നിർമ്മിക്കാൻ 35 ലക്ഷം രൂപ ചെലവഴിക്കുകയും അതിൻ്റെ പ്രവൃത്തി ഇപ്പോൾ ആരംഭഘട്ടത്തിലാണ്. ഇതോടനുബന്ധിച്ച് ഏറ്റവും ആധുനിക രീതിയിലുള്ള ഒരു പാചകപ്പുരയും അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഹോളും നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള 2 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. അതുകൂടി നിർമ്മിക്കുന്നതോടുകൂടി നമ്മളെ സ്കൂളിന് വാഗ്ദാനം നൽകിയിട്ടുള്ള മാസ്റ്റർ പ്ലാൻ പ്രകാരമുള്ള എല്ലാ കെട്ടിടങ്ങളും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കാൻ നമുക്ക് കഴിയും. അത് ഈ നാടിന് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് അറിയിച്ചുകൊണ്ട് ഈ നാട്ടിലെ പുതിയ തലമുറയ്ക്ക് അവരുടെ ആഗ്രഹങ്ങൾക്കടുത്ത് അനുസരിച്ച് വിദ്യാഭ്യാസം നടത്താനുള്ള എല്ലാ ആധുനിക സൗകര്യങ്ങളും ഇതിലൂടെ നമുക്ക് ലഭ്യമാണ്. മൊത്തം 32 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഹൈടെക് പദ്ധതിയുടെ ഭാഗമായി ദേവദാർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടപ്പാക്കുന്നത്. ഇതിൽ 13 കോടി രൂപ ചിലവഴിച്ച് ആദ്യഘട്ടത്തിൽ ഹയർ സെക്കൻഡറി ബ്ലോക്ക് നിർമ്മാണം പൂർത്തിയാക്കിയിരുന്നു. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊതുമരാമത്ത് വകുപ്പാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. ഓഫീസ് റൂം, സ്റ്റാഫ് റൂം, കമ്പ്യൂട്ടർ ലാബ്, പ്രധാനാധ്യാപകന്റെ റൂം എന്നീ റൂമുകൾക്ക് പുറമെ 18 ക്ലാസ് റൂമുകളും പുതിയ കെട്ടിടത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ചടങ്ങിൽ താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചെനാത്ത് അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗോപാലൻ മുക്കുളത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വേദിയിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ കെ.പി. രമേഷ് കുമാറിനെയും സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരായ ലൂസി സെബാസ്റ്റ്യൻ, വി. വിജിലി എന്നിവരെയും മന്ത്രി ആദരിച്ചു. അതോടൊപ്പം സംസ്ഥാന മേളകളിൽ വിജയികളായ കുട്ടികളെ അനുമോദിച്ചു. താനാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ. മല്ലിക, ജില്ലാ പഞ്ചായത്ത് അംഗം വി. കെ. എം. ഷാഫി, താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി. കാദരകുട്ടി, താനാളൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കെ. വി. ലൈജു, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ കെ.പി. രമേഷ് കുമാർ, താനൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി. വി. ശ്രീജ, താനൂർ BPC കെ. കുഞ്ഞികൃഷ്ണൻ, പ്രിൻസിപ്പൽ സി. കെ. പ്രസാദ്, പ്രധാനാധ്യാപിക പി. ബിന്ദു, PTA പ്രസിഡന്റ് പി. അജയ് കുമാർ, SMC ചെയർമാൻ ടി. പി. റസാഖ, ഇ. ജയൻ, ഒ. സുരേഷ് ബാബു, കെ. പുരുഷോത്തമൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി പുത്തൻതെരു അങ്ങാടിയിൽ നിന്നും വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി സാംസ്കാരിക ഘോഷയാത്രയും നടന്നു. ഘോഷയാത്രയ്ക്ക് VVN അഷ്റഫ്, PA മുസ്തഫ, മുജീബ് താനാളൂർ, ഇ. പ്രസന്നൻ, ഖാലിദ് ചെമ്പ്ര, ഒ. യൂസഫ്, ജോണി, കെ. ബിജു, സി. മുരളീധരൻ എന്നിവർ നേതൃത്വം നൽകി. രക്ഷിതാക്കൾക്കായി നടന്ന ബോധവൽക്കരണ ക്ലാസ്സിൽ ബെറ്റർ പാരന്റിങ്ങിനെ കുറിച്ച് JCI സോൺ ട്രെയിനർ കബീർ റിഫായി ക്ലാസ് എടുത്തു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും മെഗാ ഷോയും അരങ്ങേറി. ന്യൂസ് ഡെസ്ക് 20TV.